ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കമ്പനികൾ അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ആ കമ്പനികളുടെ മുന്നിൽ CPIM കൊടികുത്തുമോ സമരം ചെയ്യുമോ എന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ രീതിയിലേക്ക് നയിക്കുന്ന ഒരു പ്രതികരണം ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്നുണ്ടായി. നിർമ്മിത ബുദ്ധിക്കെതിരെ ഭാവിയിൽ സമരം കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോൾ കുറേ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. ലോകത്ത് ഇതുപയോഗിച്ചുകൊണ്ട് ചൈന മുന്നേറുകയാണ്. ചൈനയെ വളഞ്ഞു വെക്കുക എന്ന കാര്യത്തിൽ അമേരിക്കയിലെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് ജോ ബൈഡനും ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും വലിയ വ്യത്യാസമൊന്നുമില്ല എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇവിടെ AI ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? കുത്തക മുതലാളിത്തത്തിന്റെ ലാഭം, നേരത്തെ പറഞ്ഞ മിച്ചമൂല്യ വിഹിതം വലിയ രീതിയിൽ കൂടാൻ പോവുകയും അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ ഈ ശാസ്ത്രത്തെ ഉത്പാദനോപാധികളുടെ ഉടമസ്ഥാവകാശം ഈ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുക. സാമ്രാജ്യത്വം ബൈഡനായാലും ഇപ്പോഴേ ട്രംപായാലും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനത്തിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ വ്യത്യാസമൊന്നുമില്ല. ചൈനയെ വളഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ചൈനയെ വളയാൻ വേണ്ടി ഇന്ത്യ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ഒപ്പം തന്നെ ജപ്പാൻ, ഈ ത്രിരാഷ്ട്ര സഖ്യത്തെ രൂപപ്പെടുത്തിയിട്ട് പട്ടാള പ്രദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ചൈനയെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്.